നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് കാലാകാലങ്ങളിലായിട്ട് നിയോഗിക്കപ്പെട്ട കമ്മിറ്റികളാണ് നോക്കുന്നത്. അതിലാദ്യമായിട്ട് നമ്മൾ അശോക് മേത്ത കമ്മിറ്റിയാണ് നോക്കുന്നത്. അശോക് മേത്ത കമ്മിറ്റി ആരാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്, എന്തൊക്കെയായിരുന്നു ആ കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട റെക്കമെൻഡേഷൻസ്, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഇത് നമുക്ക് എന്താണ് 10th ലെവൽ എക്സാമിനും അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എക്സാമിനും ഒരുപോലെ വേണ്ട കാര്യങ്ങളാണ് പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. കുറച്ചും കൂടി ഡെപ്തിൽ നമുക്കതെന്താണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എക്സാമിന് വേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയും അതുപോലെ 73rd 74th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റുകളും നല്ല രീതിയിൽ പഠിച്ചെങ്കിലേ മതിയാകൂ. അപ്പം നമുക്കെന്താണ് ഇന്ന് അശോക് മേത്ത കമ്മിറ്റിയാണ് ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. അശോക് മേത്ത കമ്മിറ്റി എന്നാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്, പ്രധാനപ്പെട്ട റെക്കമെൻഡേഷൻസ് എന്തൊക്കെയായിരുന്നു, എന്തിനാണ് അശോക് മേത്ത കമ്മിറ്റിയെ അപ്പോയിൻറ്റ് ചെയ്തത് മുതലായ കാര്യങ്ങളാണ്. ആദ്യം നമുക്കൊന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്താണ് എന്നൊന്ന് നോക്കിയാലോ. ഗ്രാമപ്രദേശങ്ങളിലെ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളായ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് തുടങ്ങിയവയും നഗരപ്രദേശങ്ങളിലെ ഭരണസ്ഥാപനങ്ങളായ മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷനുകൾ എന്നിവയും ഉൾക്കൊള്ളുന്നതാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. എന്താണ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് അഥവാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്തൊക്കെയാണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് ഗ്രാമപ്രദേശങ്ങളിലെ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളായിട്ടുള്ള ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് തുടങ്ങിയവയും നഗരപ്രദേശങ്ങളിലേക്ക് വരുമ്പോൾ എന്താണ് നഗരപ്രദേശങ്ങളിലെ ഭരണസ്ഥാപനങ്ങളായിട്ടുള്ള മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷനുകൾ എന്നിവയും ഉൾക്കൊള്ളുന്നതാണ് എന്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. നമുക്കിനി അശോക് മേത്ത കമ്മിറ്റി എന്താണ് എന്ന് വളരെ വിശദമായിട്ടൊന്ന് നോക്കാം. അശോക് മേത്ത കമ്മിറ്റി 1977 അശോക് മേത്ത കമ്മിറ്റിയെ എന്താണ് നിയോഗിക്കപ്പെടുന്നത്. 1977 ഈ കമ്മിറ്റിയെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് എന്നാണ് 1977 അശോക് മേത്ത കമ്മിറ്റിയെ, പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ പറ്റിയിട്ട് പഠിക്കുന്നതിനുള്ള അശോക് മേത്ത കമ്മിറ്റിയെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് 1977 1977 എന്നാണ്. 1977 അശോക് മേത്ത കമ്മിറ്റിയെ പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ പറ്റിയിട്ട് പഠിക്കുന്നതിനായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ആരാണ് അപ്പോയിൻറ്റ് ചെയ്തത്? മൊറാർജി ദേശായി ഗവൺമെൻറ്റാണ്. മൊറാർജി ദേശായിയുടെ ജനതാ ഗവൺമെൻറ്റാണ് 1977 അശോക് മേത്ത കമ്മിറ്റിയെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് അശോക് മേത്ത കമ്മിറ്റിയെ അപ്പോയിൻറ്റ് ചെയ്തത് എന്നറിയാമോ? അശോക് മേത്ത കമ്മിറ്റിയെ അപ്പോയിൻറ്റ് ചെയ്തത് പ്രധാനമായിട്ടും എന്താണ് പഞ്ചായത്തി രാജ് സംവിധാനത്തെ അല്ലെങ്കിൽ പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ എങ്ങനെ സ്ട്രെങ്തൻ ചെയ്യാം എന്നൊരു ലക്ഷ്യത്തോടു കൂടിയിട്ടാണ്. എന്നാണ് 1977 ജനതാ ഗവൺമെൻറ് മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിൽ അശോക് മേത്ത കമ്മിറ്റിയെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ട്? പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ സ്ട്രെങ്തൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ആ ഒരു ലക്ഷ്യത്തെ മുൻപിൽ കണ്ടുകൊണ്ടും അതോടൊപ്പം പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ എന്താണ് ആ ഒരു തകർച്ചയിലേക്ക് പോകാതെ അതിനെ എങ്ങനെ ഉയർത്തിക്കൊണ്ടുവരാം എന്ന ലക്ഷ്യവും മുന്നിൽ വെച്ചുകൊണ്ടാണ് അശോക് മേത്ത കമ്മിറ്റിയെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് 1977. 1977 അപ്പോയിൻറ്റ് ചെയ്ത അശോക് മേത്ത കമ്മിറ്റി 1978 എന്താണ് റിപ്പോർട്ട് സമർപ്പിക്കുകയുണ്ടായി. എന്താണ് 1977 അപ്പോയിൻറ്റ് ചെയ്യപ്പെട്ട അശോക് മേത്ത കമ്മിറ്റി 1978 അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിച്ചത്. റിപ്പോർട്ട് സമർപ്പിക്കുന്ന സമയത്ത് 132 റെക്കമെൻഡേഷൻസ് ആണ് അശോക് മേത്ത കമ്മിറ്റി മുൻപോട്ട് വെച്ചത്. എത്ര റെക്കമെൻഡേഷൻസ് ആണ്? 132 റെക്കമെൻഡേഷൻസ് ആണ് അശോക് മേത്ത കമ്മിറ്റി മുന്നോട്ട് വെച്ചത്. എന്തൊക്കെയാണ്? അശോക് മേത്ത കമ്മിറ്റിയെ മൊറാർജി ദേശായി ഗവൺമെൻറ് ആണ് നിയമിച്ചത്. ജനതാ ഗവൺമെൻറ് 1977 അപ്പോയിൻറ്റ് ചെയ്ത ഈ കമ്മിറ്റി 1978 റിപ്പോർട്ട് സമർപ്പിച്ചത്. റിപ്പോർട്ട് സമർപ്പിക്കുന്ന ഘട്ടത്തിൽ 132 റെക്കമെൻഡേഷൻസ് ആണ് കമ്മിറ്റി മുന്നോട്ട് വെച്ചത്. എത്ര റെക്കമെൻഡേഷൻസ് ആണ്? 132 റെക്കമെൻഡേഷൻസ് ആണ് കമ്മിറ്റി മുന്നോട്ട് വെച്ചത്. ഇത്രയും കാര്യങ്ങൾ ഒരു കാരണവശാലും മറന്നു പോകാൻ പാടില്ല. അതുകൊണ്ട് ഞാനതൊന്നുകൂടി ആവർത്തിക്കുകയാണ്.
തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഗ്രാമപ്രദേശങ്ങളിലെ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളും അതുപോലെ നഗരപ്രദേശങ്ങളിലേക്ക് വരികയാണെങ്കിൽ മുനിസിപ്പാലിറ്റി, കോർപ്പറേഷനുകൾ എന്നിവയും ഉൾക്കൊള്ളുന്നതാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. നമ്മൾ അശോക് മേത്ത കമ്മിറ്റി എന്താണെന്നാണ് പറഞ്ഞത്. 1977 മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിൽ ജനതാ ഗവൺമെൻറ്റാണ് അശോക് മേത്ത കമ്മിറ്റിയെ പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങളെ ബലപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടും പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങളുടെ ഡെവലപ്മെൻറ്റിനെ മുന്നിൽ കണ്ടുകൊണ്ടും എന്താണ് അശോക് മേത്ത കമ്മിറ്റിയെ അപ്പോയിൻറ്റ് ചെയ്തത്. 1978 ഈ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കുകയുണ്ടായി. ആ സമയത്ത് 132 റെക്കമെൻഡേഷൻസ് ആണ് കമ്മിറ്റി മുൻപോട്ട് വെച്ചത്. കമ്മിറ്റി ഓൺ പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നറിയപ്പെടുന്നത് എന്താണ്? അശോക് മേത്ത കമ്മിറ്റിയാണ് കമ്മിറ്റി ഓൺ പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് അറിയപ്പെടുന്നത്. ചോദ്യം ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കാം, കമ്മിറ്റി ഓൺ പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നറിയപ്പെടുന്നത് ഏത് കമ്മിറ്റിയാണ്? ഓപ്ഷൻ എ അശോക് മേത്ത കമ്മിറ്റി, ഓപ്ഷൻ ബി ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി, അങ്ങനെ 4 ഓപ്ഷൻസുകൾ തരും. അപ്പോൾ ഏതാണ് ഉത്തരം? അശോക് മേത്ത കമ്മിറ്റിയാണ് കമ്മിറ്റി ഓൺ പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് അറിയപ്പെടുന്നത്. ഈ മേത്ത എന്നുള്ള പേര് മാത്രം നോക്കി വെച്ചിട്ട് പോവരുത്. കാരണം അശോക് മേത്തയും ബൽവന്ത് റായ് മേത്തയും 2 പേരും മേത്ത എന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് ഫുൾ നെയിം നോക്കുക. അശോക് മേത്ത കമ്മിറ്റിയാണ് കമ്മിറ്റി ഓൺ പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നറിയപ്പെടുന്നത് അശോക് മേത്ത കമ്മിറ്റിയാണ്. അശോക് മേത്ത കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട ഒരു റെക്കമെൻഡേഷൻ ആയിരുന്നു ദ്വിതല സംവിധാനത്തിനെ ശുപാർശ ചെയ്തത്. എന്താണ്? പൊതുവെ 3 ടയർ ആണ് നമുക്കറിയാം. എന്താ? ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്. ഇതൊരു 3 ടയർ അല്ലേ? അതിന് പകരം എന്താണ് 2 ടയർ സിസ്റ്റത്തിനെയാണ് ആര് റെക്കമെൻഡ് ചെയ്തത്? അശോക് മേത്ത കമ്മിറ്റി ഒരു 2 ടയർ സിസ്റ്റത്തിനെയാണ് റെക്കമെൻഡ് ചെയ്തത്. അതെന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. അശോക് മേത്ത കമ്മിറ്റി റെക്കമെൻഡ് ചെയ്തത് ഗ്രാമതലത്തിൽ ഒരു മണ്ഡൽ പരിഷത്തും ജില്ലാ തലത്തിൽ ഒരു ജില്ലാ പരിഷത്തും മതി. അങ്ങനെ ഒരു 2 ടയർ മതി എന്നാണ് അശോക് മേത്ത റെക്കമെൻഡ് ചെയ്തത്. എന്താണ്? ഗ്രാമതലത്തിലേക്ക് വരികയാണെങ്കിൽ അവിടെ ഒരു മണ്ഡൽ പരിഷത്തും ജില്ലാ തലത്തിലേക്ക് വരികയാണെങ്കിൽ അവിടെ ഒരു ജില്ലാ പരിഷത്തും മതി എന്നാണ് അശോക് മേത്ത കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ. പ്രധാനപ്പെട്ട ഒരു റെക്കമെൻഡേഷൻ. അതൊന്ന് സമപ്പ് ചെയ്ത് പറയുകയാണെങ്കിൽ അശോക് മേത്ത കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട ഒരു റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് ദ്വിതല സംവിധാനത്തിനെ ശുപാർശ ചെയ്തു. 2 ടയർ സിസ്റ്റം മതി എന്ന് റെക്കമെൻഡ് ചെയ്തത് അശോക് മേത്ത കമ്മിറ്റിയാണ്. ഗ്രാമതലത്തിൽ മണ്ഡൽ പരിഷത്തും ജില്ലാ തലത്തിലേക്ക് വരികയാണെങ്കിൽ ജില്ലാ പരിഷത്തും. അതുപോലെ തന്നെ തർക്ക പരിഹാരത്തിനായിട്ട് ഒരു ന്യായ പഞ്ചായത്തിനെ വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. ആര്? അശോക് മേത്ത കമ്മിറ്റി തർക്ക പരിഹാരത്തിനായിട്ട് ഒരു ന്യായ പഞ്ചായത്തിനെയും റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളെ നിയന്ത്രിക്കാനായിട്ട് ഒരു പ്രത്യേക മന്ത്രി വേണം എന്ന് പറഞ്ഞത് അശോക് മേത്ത കമ്മിറ്റിയാണ്. വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ എന്ന് തന്നെ നമുക്ക് പറയാം. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളെ നിയന്ത്രിക്കാനായിട്ട് ഒരു പ്രത്യേക മന്ത്രി വേണം എന്ന ആവശ്യം റെക്കമെൻഡ് ചെയ്തത് അശോക് മേത്ത കമ്മിറ്റിയാണ്. ആരാണ്? അശോക് മേത്ത കമ്മിറ്റിയാണ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളെ നിയന്ത്രിക്കാനായിട്ട് ഒരു പ്രത്യേക മന്ത്രി വേണം എന്ന ആവശ്യത്തെ മുന്നോട്ട് വെച്ചത്. ഇനി തിരഞ്ഞെടുപ്പ് നിയന്ത്രിക്കാനായിട്ട് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ വേണം. എവിടുത്തെ തിരഞ്ഞെടുപ്പാ? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പ് നിയന്ത്രിക്കാനായിട്ട് ഒരു ചീഫ് ഇലക്ഷൻ ഓഫീസർ വേണം, അഥവാ ഒരു മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ വേണം എന്ന് പറഞ്ഞത് ആരാണ്? അശോക് മേത്ത കമ്മിറ്റിയാണ് പറഞ്ഞത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പിനെ നിയന്ത്രിക്കാനായിട്ട് ഒരു മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ വേണം എന്ന് പറഞ്ഞത് അശോക് മേത്ത കമ്മിറ്റിയാണ്. അതോടൊപ്പം SC/ST സംവരണത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ആര്? അശോക് മേത്ത കമ്മിറ്റി SC/ST സംവരണത്തെ പറ്റിയിട്ടും പറയുന്നുണ്ട്. ഇന്ത്യയിലെ പഞ്ചായത്തി രാജ് സംവിധാനത്തിന് എന്താണ്? പഞ്ചായത്തി രാജ് സംവിധാനത്തിൻ്റെ പുനരുദ്ധാരണത്തിൽ നിർണായകമായിട്ടുള്ള ഒരു പങ്ക് വഹിച്ച കമ്മിറ്റിയാണ് അശോക് മേത്ത കമ്മിറ്റി എന്ന് നമുക്ക് പറയാം. 1977 മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിൽ ജനതാ ഗവൺമെൻറ് അപ്പോയിൻ്റ് ചെയ്തതാണ് അശോക് മേത്ത കമ്മിറ്റിയെ. 1978 കമ്മിറ്റി അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കുന്ന സമയത്ത് 132 റെക്കമെൻഡേഷൻസ് ആണ് കമ്മിറ്റി എന്ത് ചെയ്തത്? മുൻപോട്ട് വെച്ചത്. 132 റെക്കമെൻഡേഷൻസ്. കമ്മിറ്റി ഓൺ പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നറിയപ്പെടുന്നത് ഏത് കമ്മിറ്റിയാണ്? അശോക് മേത്ത കമ്മിറ്റിയാണ് കമ്മിറ്റി ഓൺ പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നറിയപ്പെടുന്നത്. ഒരു
ടു ടയർ സിസ്റ്റം അഥവാ ദ്വിതല സംവിധാനം ശുപാർശ ചെയ്തതാരാണ്? അശോക് മേത്ത കമ്മിറ്റിയാണ് ഒരു ദ്വിതല സംവിധാനത്തെ ശുപാർശ ചെയ്തത്. ഗ്രാമതലത്തിൽ ഒരു മണ്ഡൽ പരിഷത്തും ജില്ലാ തലത്തിൽ ഒരു ജില്ലാ പരിഷത്തും വേണമെന്നാണ് അദ്ദേഹത്തിൻ്റെ റെക്കമെൻഡേഷൻ, കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ. ഒപ്പം തർക്ക പരിഹാരത്തിനായിട്ട് ന്യായ പഞ്ചായത്തിനെ വ്യവസ്ഥ ചെയ്യുന്നുണ്ട് ആര്? അശോക് മേത്ത കമ്മിറ്റി. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളെ നിയന്ത്രിക്കാനായിട്ട് ഒരു പ്രത്യേക മന്ത്രി വേണമെന്നതും അദ്ദേഹത്തിൻ്റെ റെക്കമെൻഡേഷൻസിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. തിരഞ്ഞെടുപ്പ് നിയന്ത്രിക്കാനായിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പ് നിയന്ത്രിക്കാനായിട്ട് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ വേണമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഒപ്പം SC/ST സംവരണത്തെ പറ്റിയിട്ടും പറയുന്ന ഒരു കമ്മിറ്റിയാണ് അശോക് മേത്ത കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് അശോക് മേത്ത കമ്മിറ്റി. കാരണം എല്ലാ പരീക്ഷകളിലും അശോക് മേത്ത കമ്മിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പലപ്പോഴും പരീക്ഷകളിൽ ചോദിച്ചിട്ടുണ്ട്. അത് 10th ലെവലായിക്കോട്ടെ, ഗ്രാജുവേറ്റ് ലെവലായിക്കോട്ടെ, എക്സാമുകളിൽ അശോക് മേത്ത കമ്മിറ്റിയെ പറ്റിയിട്ട് ചോദിച്ചായിട്ട് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഈ റീസെൻ്റ്ലി നടന്ന പരീക്ഷകളിലും നമുക്ക് അശോക് മേത്ത കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ചോദ്യം കാണാനായിട്ട് കഴിയും. അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആവർത്തിച്ച് കേട്ട് എന്ത് ചെയ്യുക, ഓരോ കമ്മിറ്റീസും പഠിക്കാൻ ശ്രമിക്കുക. നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് GVK റാവു കമ്മിറ്റിയാണ്. GVK റാവു കമ്മിറ്റിയാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. 1985 ആസൂത്രണ കമ്മീഷനാണ് GVK റാവു കമ്മിറ്റിയെ നിയമിച്ചത്. ആരാണ്? 1985 ആസൂത്രണ കമ്മീഷനാണ് GVK റാവു കമ്മിറ്റിയെ നിയമിച്ചത്. ആ സമയത്ത് രാജീവ് ഗാന്ധി ആയിരുന്നു നമ്മുടെ പ്രധാനമന്ത്രിയായിട്ടുണ്ടായിരുന്നത്. ആരാണ്? രാജീവ് ഗാന്ധി. നമ്മൾ അശോക് മേത്ത കമ്മിറ്റിയെ പറ്റിയിട്ട് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? ജനതാ ഗവൺമെൻറ്റാണ് അശോക് മേത്ത കമ്മിറ്റിയെ പഞ്ചായത്തി രാജ് സംവിധാനങ്ങളെ പറ്റിയുള്ള പഠനത്തിന് വേണ്ടിയിട്ട് നിയമിച്ചതെന്ന്. ഇവിടെ ആസൂത്രണ കമ്മീഷനാണ് GVK റാവു കമ്മിറ്റിയെ 1985 എന്ത് ചെയ്തത്? നിയമിച്ചത്. 1985 നിയമിച്ച ഈ കമ്മിറ്റി 1986 ആയപ്പോഴേക്കും അതിൻ്റെ റെക്കമെൻഡേഷൻസൊക്കെ സബ്മിറ്റ് ചെയ്തു. അതിൻ്റെ റെക്കമെൻഡേഷൻസ് സബ്മിറ്റ് ചെയ്തത് 1986. GVK റാവു കമ്മിറ്റിയെ പ്രധാനമായിട്ടും അപ്പോയിൻ്റ് ചെയ്തത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ ഗ്രാമവികസനത്തിനും ദാരിദ്ര്യ ലഘൂകരണ പരിപാടികൾക്കുമായിട്ട് നിലവിലുള്ള ഭരണ സംവിധാനങ്ങൾ അവലോകനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് 1985 ആസൂത്രണ കമ്മീഷൻ GVK റാവു കമ്മിറ്റിയെ അപ്പോയിൻ്റ് ചെയ്ത്. എന്തിനു വേണ്ടിയിട്ടാണ്? ഗ്രാമവികസനത്തിനും ദാരിദ്ര്യ ലഘൂകരണ പരിപാടികൾക്കുമായിട്ട് നിലവിലുള്ള ഭരണ സംവിധാനങ്ങളെ അവലോകനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് 1985 ആസൂത്രണ കമ്മീഷൻ എന്ത് ചെയ്തത്? GVK റാവു കമ്മിറ്റിയെ അപ്പോയിൻ്റ് ചെയ്തത്. ഗ്രാമവികസനം, ദാരിദ്ര്യ ലഘൂകരണം, ഈ രണ്ട് കാര്യങ്ങളും ഒന്ന് ഓർത്തു വെക്കുക. കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് വെച്ചാൽ ഗ്രാമവികസനത്തിനും ദാരിദ്ര്യ ലഘൂകരണ പരിപാടികളുമായിട്ട് നിലവിലുള്ള ഭരണ സംവിധാനങ്ങളെ അവലോകനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് 1985 ആസൂത്രണ കമ്മീഷൻ GVK റാവു കമ്മിറ്റിയെ അപ്പോയിൻ്റ് ചെയ്തത്. GVK റാവു കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട റെക്കമെൻഡേഷൻസ് എന്തൊക്കെയാണ് എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ, കൃത്യമായ തിരഞ്ഞെടുപ്പ് നടത്തണം എന്നത് GVK റാവു കമ്മിറ്റി പറയുന്ന ഒരു കാര്യമാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ കൃത്യമായ തിരഞ്ഞെടുപ്പ് നടത്തണം. കൃത്യമായ തിരഞ്ഞെടുപ്പ് നടത്തണം എന്ന് പറഞ്ഞ കമ്മിറ്റിയാണ് GVK റാവു കമ്മിറ്റി. അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് തലവനായിട്ട് ജില്ലാ വികസന കമ്മീഷണറെ അപ്പോയിൻ്റ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. ജില്ലാ പഞ്ചായത്തിൻ്റെ തലവനായിട്ട് ജില്ലാ വികസന കമ്മീഷണറെ നിയമിക്കണം. അതായത് ഡിസ്ട്രിക്ട് ഡെവലപ്മെൻറ്റ് കമ്മീഷണറെ നിയമിക്കണം എന്നാണ് GVK റാവു കമ്മിറ്റി പറയുന്നത്. ജില്ലാ പഞ്ചായത്തിൻ്റെ തലവനായിട്ട് ജില്ലാ വികസന കമ്മീഷണറിനെ നിയമിക്കണം. ഡിസ്ട്രിക്ട് ഡെവലപ്മെൻറ്റ് കമ്മീഷണറെ നിയമിക്കണം എന്നാണ് GVK റാവു കമ്മിറ്റി പറയുന്നത്. അതുപോലെ തന്നെ അധികാര വികേന്ദ്രീകരണത്തിൽ ജില്ലാ പരിഷത്തിന് പ്രാധാന്യം കൊടുക്കണം. അധികാര വികേന്ദ്രീകരണത്തിൽ ജില്ലാ പരിഷത്തിന് പ്രാധാന്യം കൊടുക്കണം. ഡിസ്ട്രിക്ട് ലെവലിന് പ്രയോറിറ്റി നൽകുക എന്നാണ് GVK റാവു കമ്മിറ്റി പറയുന്നത്. അധികാര വികേന്ദ്രീകരണത്തിൽ ജില്ലാ പരിഷത്തിന് പ്രാധാന്യം നൽകണം എന്നാണ് GVK റാവു കമ്മിറ്റി പറയുന്നത്. അതുപോലെ തന്നെ സംസ്ഥാനതല ആസൂത്രണ പ്രവർത്തനങ്ങൾ
ചില ആസൂത്രണ പ്രവർത്തനങ്ങളൊക്കെ ജില്ലാ തലത്തിലേക്കും കൂടെ കൈമാറണം. അതായത് അധികാര വികേന്ദ്രീകരണത്തിൻ്റെയൊക്കെ ഫലമായിട്ട് നടപ്പിലാക്കുന്നതിനായിട്ട് സംസ്ഥാനത്തിലുള്ള ചില ആസൂത്രണ പ്രവർത്തനങ്ങൾ എന്താണ്, ആ സംസ്ഥാനതല ആസൂത്രണ പ്രവർത്തനങ്ങൾ ജില്ലാ തലത്തിലേക്കും കൂടി കൈമാറണം എന്നാണ് GVK റാവു കമ്മിറ്റി പറയുന്നത്. അപ്പം ജില്ലാ തലത്തിനൊരു പ്രയോറിറ്റി കൊടുക്കുന്ന കമ്മിറ്റി ആയിരുന്നു GVK റാവു കമ്മിറ്റി എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ. നമുക്ക് ഈ കമ്മിറ്റി ഒന്നും കൂടി ഒന്ന് നോക്കാം. GVK റാവു കമ്മിറ്റി 1985 ആസൂത്രണ കമ്മീഷനാണ് നിയമിച്ചത്. ആ സമയത്ത് രാജീവ് ഗാന്ധി ആയിരുന്നു നമ്മുടെ പ്രധാനമന്ത്രി. ഗ്രാമവികസനം, ദാരിദ്ര്യ ലഘൂകരണം ഇവ സാധ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് എന്താണ്, നിലവിലുള്ള ഭരണ സംവിധാനങ്ങളെ അവലോകനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് GVK റാവു കമ്മിറ്റിയെ അപ്പോയിൻറ്റ് ചെയ്തത്. കൃത്യമായ തിരഞ്ഞെടുപ്പ് നടത്തണം. ജില്ലാ പഞ്ചായത്തിൻ്റെ തലവനായിട്ട് ജില്ലാ വികസന കമ്മീഷണറിനെ നിയോഗിക്കുക. അതായത് ഡിസ്ട്രിക്ട് ഡെവലപ്മെൻറ്റ് കമ്മീഷണറെ എന്ത് ചെയ്യുക, നിയമിക്കണം. അധികാര വികേന്ദ്രീകരണത്തിന് എന്താണ്, ജില്ലാ പരിഷത്തിന് പ്രാധാന്യം കൊടുക്കണം. ഒപ്പം എന്താണ്, സംസ്ഥാനതല ആസൂത്രണ പ്രവർത്തനങ്ങൾ ജില്ലാ തലത്തിലേക്ക് കൈമാറണം. ചില ആസൂത്രണ പ്രവർത്തനങ്ങളൊക്കെ എന്താണ്, സംസ്ഥാന തലത്തിനുള്ളിൽ മാത്രം നിൽക്കുന്നതാണെങ്കിൽ അവ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് ജില്ലാ തലത്തിലേക്ക് കൂടി എന്ത് ചെയ്യണം, കൈമാറണം എന്നാണ് GVK റാവു കമ്മിറ്റി പറയുന്നത്. GVK റാവു കമ്മിറ്റിയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഓർത്തു വെക്കേണ്ട കാര്യം, ഒന്ന് ആസൂത്രണ കമ്മീഷനാണ് ഈ കമ്മിറ്റിയെ അപ്പോയിൻറ്റ് ചെയ്തത് 1985. രണ്ടാമതായിട്ട് കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട റെക്കമെൻഡേഷൻസ് ആണ് കൃത്യമായിട്ട് തിരഞ്ഞെടുപ്പ് നടത്തണം. ജില്ലാ പഞ്ചായത്തിൻ്റെ തലവനായിട്ട് എന്താണ്, ജില്ലാ വികസന കമ്മീഷണർ വേണം. അധികാര വികേന്ദ്രീകരണത്തിൽ ജില്ലാ പരിഷത്തിന് എന്താണ്, പ്രത്യേക പ്രാധാന്യം കൊടുക്കണം. അതോടൊപ്പം തന്നെ എന്താണ്, അധികാര വികേന്ദ്രീകരണം ഫലപ്രദമായിട്ട് നടപ്പിലാക്കാനായിട്ട് സംസ്ഥാന തലത്തിലുള്ള ചില ആസൂത്രണ പ്രവർത്തനങ്ങൾ ജില്ലാ തലത്തിലേക്ക് കൈമാറണമെന്നും പറയുന്നത് എന്താണ്, GVK റാവു കമ്മിറ്റിയാണ്. ഇത്രയും കാര്യങ്ങളാണ് GVK റാവു കമ്മിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് LM സിംഗ്വി കമ്മിറ്റിയാണ്. എന്താണ്, LM സിംഗ്വി കമ്മിറ്റിയാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. LM സിംഗ്വി കമ്മിറ്റി 1986 പഞ്ചായത്തി രാജ് സംവിധാനങ്ങൾക്ക് കൂടുതൽ ഉന്നമനം ഉണ്ടാകാൻ വേണ്ടിയിട്ട് രാജീവ് ഗാന്ധി ഗവൺമെൻറ് നിയമിച്ച കമ്മിറ്റിയാണ് LM സിംഗ്വി കമ്മിറ്റി. എന്താണ്, പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങൾക്ക് കൂടുതൽ ഉയർച്ചയും ഉന്നമനവും പുതുജീവനും ഒക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് 1986 രാജീവ് ഗാന്ധി ഗവൺമെൻറ് നിയമിച്ച കമ്മിറ്റിയാണ് LM സിംഗ്വി കമ്മിറ്റി. ഏത് വർഷം, 1986. ഏത് ഗവൺമെൻറ്, രാജീവ് ഗാന്ധി ഗവൺമെൻറ് നിയമിച്ച കമ്മിറ്റിയാണ് LM സിംഗ്വി കമ്മിറ്റി. പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട തിരഞ്ഞെടുപ്പ് തർക്കങ്ങൾ പരിഹരിക്കാൻ ഒരു ജുഡീഷ്യൽ ട്രൈബ്യൂണൽ സ്ഥാപിക്കണം എന്ന് പറഞ്ഞത് ഏത് കമ്മിറ്റിയാണ്, LM സിംഗ്വി കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട ഒരു റെക്കമെൻഡേഷനായിരുന്നു പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട തിരഞ്ഞെടുപ്പ് തർക്കങ്ങൾ പരിഹരിക്കാനായിട്ട് ഒരു ജുഡീഷ്യൽ ട്രൈബ്യൂണൽ സ്ഥാപിക്കണം. എന്താണ്, പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട തിരഞ്ഞെടുപ്പ് തർക്കങ്ങൾ പരിഹരിക്കാൻ ജുഡീഷ്യൽ ട്രൈബ്യൂണൽ സ്ഥാപിക്കണം എന്ന് പറഞ്ഞത് LM സിംഗ്വി കമ്മിറ്റിയാണ്. 1986 രാജീവ് ഗാന്ധി ഗവൺമെൻറ് നിയമിച്ച കമ്മിറ്റിയാണ് LM സിംഗ്വി കമ്മിറ്റി. പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട തിരഞ്ഞെടുപ്പ് തർക്കങ്ങൾ പരിഹരിക്കാൻ ജുഡീഷ്യൽ ട്രൈബ്യൂണൽ സ്ഥാപിക്കണം എന്ന് പറഞ്ഞത് ഏത് കമ്മിറ്റിയാണ്, LM സിംഗ്വി കമ്മിറ്റിയാണ് പറഞ്ഞത് പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട തിരഞ്ഞെടുപ്പ് തർക്കങ്ങൾ പരിഹരിക്കാനായിട്ട് ഒരു ജുഡീഷ്യൽ ട്രൈബ്യൂണൽ സ്ഥാപിക്കണമെന്ന്. രണ്ടാമതായിട്ട് എന്താണ്, ഗ്രാമപഞ്ചായത്തുകൾ കൂടുതൽ കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുന്നതിനും കൂടുതൽ പ്രവർത്തനക്ഷമതയുണ്ടാവുന്നതിനും വേണ്ടിയിട്ട് ഗ്രാമസഭകൾക്ക് പ്രാധാന്യം നൽകണം. എന്താണ്, LM സിംഗ്വി കമ്മിറ്റി പറഞ്ഞത് ഗ്രാമസഭകൾക്ക് പ്രാധാന്യം നൽകണം എന്നാണ്. എന്തിനു വേണ്ടിയിട്ട്, ഗ്രാമപഞ്ചായത്തുകൾ കൂടുതൽ പ്രവർത്തനക്ഷമതയുള്ളതാകുന്നതിന് വേണ്ടിയിട്ട് ഗ്രാമസഭകൾക്ക് പ്രാധാന്യം നൽകണം എന്ന് പറഞ്ഞ കമ്മിറ്റിയാണ് LM സിംഗ്വി കമ്മിറ്റി. അതുപോലെ തന്നെ എന്താണ്, പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങളിലേക്ക് സ്വതന്ത്രവും നീതിയുക്തവുമായ തിരഞ്ഞെടുപ്പ് നടത്തണമെന്നും ആര് പറഞ്ഞു, LM സിംഗ്വി കമ്മിറ്റി പറഞ്ഞു. എന്താണ്, പഞ്ചായത്തി രാജ് സംവിധാനത്തിൽ പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങളിലേക്ക് സ്വതന്ത്രവും നീതിയുക്തവുമായിട്ടുള്ള തിരഞ്ഞെടുപ്പ് നടത്തണമെന്ന് പറഞ്ഞത് ആരാണ്, LM സിംഗ്വി കമ്മിറ്റിയാണ്. 1986 കമ്മിറ്റിയെ അപ്പോയിൻറ്റ് ചെയ്തത്. രാജീവ് ഗാന്ധി ഗവൺമെൻറ്റാണ് നിയമിച്ചത്. അതോടൊപ്പം
വില്ലേജുകളുടെ കൂട്ടങ്ങൾക്കായിട്ട് എന്താണ് ന്യായ പഞ്ചായത്തുകൾ സ്ഥാപിക്കണമെന്നും എല്ലാം സിംഗ്വി കമ്മിറ്റി പറഞ്ഞു. എന്താണ് വില്ലേജുകളുടെ കൂട്ടങ്ങൾക്കായിട്ട് ന്യായ പഞ്ചായത്തുകൾ സ്ഥാപിക്കണമെന്നും എല്ലാം സിംഗ്വി കമ്മിറ്റി പറഞ്ഞു. ഗ്രാമപഞ്ചായത്തുകൾക്ക് അവരുടെ പ്രവർത്തനങ്ങൾക്കായിട്ട് കൂടുതൽ സാമ്പത്തിക സ്രോതസ്സുകൾ ഉണ്ടായിരിക്കണമെന്ന് എല്ലാം സിംഗ്വി കമ്മിറ്റി പറയുന്നുണ്ട്. എന്താണ് എല്ലാം സിംഗ്വി കമ്മിറ്റി റിപ്പോർട്ട് പറയുന്നത്? ഗ്രാമപഞ്ചായത്തുകൾക്ക് അവരുടെ പ്രവർത്തനങ്ങൾക്കായിട്ട് കൂടുതൽ സാമ്പത്തിക സ്രോതസ്സുകൾ ഉണ്ടായിരിക്കണം. അപ്പം നമുക്ക് മൊത്തത്തിൽ എല്ലാം സിംഗ്വി കമ്മിറ്റിയെ ഒന്നും കൂടി നോക്കുകയാണെങ്കിൽ, രാജീവ് ഗാന്ധി ഗവൺമെൻറ് നിയമിച്ച കമ്മിറ്റിയാണ് എല്ലാം സിംഗ്വി കമ്മിറ്റി. ഏത് വർഷം? 1986 രാജീവ് ഗാന്ധി ഗവൺമെൻറ് നിയമിച്ച കമ്മിറ്റിയാണ് എല്ലാം സിംഗ്വി കമ്മിറ്റി. പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട തിരഞ്ഞെടുപ്പ് തർക്കങ്ങൾ പരിഹരിക്കാനായിട്ട് എന്താണ് ഒരു ജുഡീഷ്യൽ ട്രൈബ്യൂണൽ സ്ഥാപിക്കണം എന്ന് പറഞ്ഞത് ഏത് കമ്മിറ്റിയാണ്? എല്ലാം സിംഗ്വി കമ്മിറ്റിയാണ് പറഞ്ഞത്. പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട തിരഞ്ഞെടുപ്പ് തർക്കങ്ങൾ പരിഹരിക്കാനായിട്ട് ഒരു ജുഡീഷ്യൽ ട്രൈബ്യൂണൽ സ്ഥാപിക്കണം. അതുപോലെ തന്നെ എന്താ പറഞ്ഞത്? ഗ്രാമപഞ്ചായത്തുകളെ കൂടുതൽ പ്രവർത്തനക്ഷമമാക്കുന്നതിന് വേണ്ടിയിട്ട് ഗ്രാമസഭകൾക്ക് പ്രാധാന്യം നൽകണം. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഗ്രാമപഞ്ചായത്തുകൾ കൂടുതൽ നല്ല രീതിയിൽ പ്രവർത്തിക്കണമെങ്കിൽ അവിടുത്തെ ഓരോ ജനങ്ങളുടെയും പങ്കാളിത്തം വേണം. ഗ്രാമപഞ്ചായത്തുകളിൽ എന്ത് നടക്കുന്നു എന്നുള്ള കാര്യങ്ങൾ ജനങ്ങൾ കൃത്യമായിട്ട് അറിയണം. അപ്പോൾ ഇതിനൊക്കെ ഉള്ള ഏറ്റവും വലിയ സോഴ്സ് എന്താ? ഗ്രാമസഭകളാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്കത് മനസ്സിലാവും അല്ലേ? അപ്പോൾ ഗ്രാമപഞ്ചായത്തുകൾ കൂടുതൽ പ്രവർത്തനക്ഷമമാക്കുന്നതിന് വേണ്ടിയിട്ട് ഗ്രാമസഭകൾക്ക് പ്രാധാന്യം നൽകണം എന്നാണ് എല്ലാം സിംഗ്വി കമ്മിറ്റി പറഞ്ഞത്. അതോടൊപ്പം എന്താ? പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങളിലേക്ക് സ്വതന്ത്രവും നീതിയുക്തവുമായിട്ടുള്ള തിരഞ്ഞെടുപ്പ് നടത്തണം. എന്താണ്? പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങളിലേക്ക് സ്വതന്ത്രവും നീതിയുക്തവുമായിട്ടുള്ള തിരഞ്ഞെടുപ്പ് നടത്തണമെന്നും ആര് പറഞ്ഞു? എല്ലാം സിംഗ്വി കമ്മിറ്റി പറഞ്ഞു. ഒപ്പം വില്ലേജുകളുടെ കൂട്ടങ്ങൾക്കായിട്ട് എന്താണ് ന്യായ പഞ്ചായത്തുകൾ സ്ഥാപിക്കണം. എന്താണ്? വില്ലേജുകളുടെ കൂട്ടങ്ങൾക്കായിട്ട് ന്യായ പഞ്ചായത്തുകൾ സ്ഥാപിക്കണമെന്നും എല്ലാം സിംഗ്വി കമ്മിറ്റി അവരുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഗ്രാമപഞ്ചായത്തുകൾക്ക് അവരുടെ പ്രവർത്തനങ്ങൾക്കായിട്ട് കൂടുതൽ സാമ്പത്തിക സ്രോതസ്സുകൾ ഉണ്ടായിരിക്കണം. എന്താണ്? ഗ്രാമപഞ്ചായത്തുകൾക്ക് അവരുടെ പ്രവർത്തനങ്ങൾക്കായിട്ട് കൂടുതൽ സാമ്പത്തിക സ്രോതസ്സുകൾ ഉണ്ടായിരിക്കണം. എന്താണ്? സാമ്പത്തിക സ്രോതസ്സുകൾ കൂടുതലുണ്ടെങ്കിൽ മാത്രമേ എന്ത് നടക്കൂ? ഗ്രാമപഞ്ചായത്തുകൾക്ക് എന്താണ് അവർ കൂടുതൽ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കാൻ പറ്റൂ. എല്ലാ ജനങ്ങളിലേക്കും എന്താണ് ഡെവലപ്മെൻറ്റ് കൊണ്ടുവരാൻ പറ്റൂ. അതുകൊണ്ട് അത് മാത്രമല്ല, ഒരു ഇൻഡിപെൻഡൻസി ഫീൽ ചെയ്യണമെങ്കിലും എന്താണ് സാമ്പത്തിക സ്രോതസ്സുകൾ കൂടുതലായിട്ടുണ്ടായിരിക്കണം. അതുകൊണ്ടാണ് ഗ്രാമപഞ്ചായത്തുകൾക്ക് അവരുടെ പ്രവർത്തനങ്ങൾക്കായിട്ട് എന്താ കൂടുതൽ സാമ്പത്തിക സ്രോതസ്സുകൾ ഉണ്ടായിരിക്കണം എന്ന് എല്ലാം സിംഗ്വി കമ്മിറ്റി പറയുന്നത്. കമ്മിറ്റി എന്നാണ് അപ്പോയിൻറ്റ് ചെയ്തത്? 1986 രാജീവ് ഗാന്ധി ഗവൺമെൻറ് നിയമിച്ച കമ്മിറ്റിയാണ് എല്ലാം സിംഗ്വി കമ്മിറ്റി. കമ്മിറ്റി പ്രധാനമായിട്ട് പറയുന്ന ഒരു കാര്യം, പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട തിരഞ്ഞെടുപ്പ് തർക്കങ്ങൾ പരിഹരിക്കാൻ ഒരു ജുഡീഷ്യൽ ട്രൈബ്യൂണൽ സ്ഥാപിക്കണമെന്നും ഗ്രാമസഭകൾക്ക് എന്താണ് കൂടുതൽ പ്രാധാന്യം നൽകണമെന്നും അതോടൊപ്പം സ്വതന്ത്രവും നീതിയുക്തവുമായിട്ടുള്ള തിരഞ്ഞെടുപ്പായിരിക്കണം എന്താണ് പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളിൽ നടത്തേണ്ടതെന്നും വില്ലേജുകളുടെ കൂട്ടങ്ങൾക്കായിട്ട് ന്യായ പഞ്ചായത്തുകൾ സ്ഥാപിക്കണമെന്നും ഗ്രാമപഞ്ചായത്തുകൾക്ക് അവരുടെ പ്രവർത്തനങ്ങൾക്കായിട്ട് കൂടുതൽ സാമ്പത്തിക സ്രോതസ്സുകൾ ഉണ്ടായിരിക്കണം എന്നും ആര് പറയുന്നുണ്ട്? എല്ലാം സിംഗ്വി കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് പി.കെ. തുങ്കൻ കമ്മിറ്റിയാണ്. പി.കെ. തുങ്കൻ കമ്മിറ്റിയെ അപ്പോയിൻ്റ് ചെയ്തത് 1988 എന്നാണ്. 1988 പി.കെ. തുങ്കൻ കമ്മിറ്റിയെ അപ്പോയിൻ്റ് ചെയ്തത്. പി.കെ. തുങ്കൻ കമ്മിറ്റി എന്താണ്? ഒരു പാർലമെൻ്ററി കമ്മിറ്റിയാണ്. പി.കെ. തുങ്കൻ കമ്മിറ്റി ഒരു പാർലമെൻ്ററി കമ്മിറ്റിയാണ്. ഉറപ്പായിട്ടും പഠിച്ചു വെക്കുക. പി.കെ. തുങ്കൻ കമ്മിറ്റി എന്താണ്? പി.കെ. തുങ്കൻ കമ്മിറ്റി ഒരു പാർലമെൻ്ററി കമ്മിറ്റിയാണ്. പ്രാദേശിക സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ പദവി നൽകണമെന്ന് ശുപാർശ ചെയ്ത ഒരു കമ്മിറ്റി കൂടിയാണ് പി.കെ. തുങ്കൻ കമ്മിറ്റി. എന്താണ്? പ്രാദേശിക സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ പദവി നൽകണമെന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ച ഒരു കമ്മിറ്റി കൂടിയാണ് പി.കെ. തുങ്കൻ കമ്മിറ്റി. പ്രാദേശിക ഭരണ സ്ഥാപനങ്ങളിലേക്ക് കാലാകാലങ്ങളിലുള്ള തിരഞ്ഞെടുപ്പ് എന്താണ്? അതുപോലെ തന്നെ ഉചിതമായ ചുമതലകളുടെ പട്ടികപ്പെടുത്തൽ, മതിയായ ഫണ്ട് എന്നിവ ഉറപ്പാക്കുന്നതിനായിട്ട് ഒരു ഭരണഘടനാ ഭേദഗതിക്കും പി.കെ. തുങ്കൻ കമ്മിറ്റി ശുപാർശ ചെയ്തു. എന്താണ്? പ്രാദേശിക ഭരണ സ്ഥാപനങ്ങളിലേക്ക് കാലാകാലങ്ങളിലുള്ള തിരഞ്ഞെടുപ്പ്,
ഉചിതമായ ചുമതലകളുടെ പട്ടികപ്പെടുത്തൽ, മതിയായ ഫണ്ട് എന്നിവ ഉറപ്പാക്കുന്നതിനായിട്ട് ഒരു ഭരണഘടനാ ഭേദഗതിക്ക് കമ്മിറ്റി ശുപാർശ ചെയ്യുകയുണ്ടായി. എന്താണ്? PK തുങ്കൻ കമ്മിറ്റി 1988 അപ്പോയിന്റ് ചെയ്തത്. എന്നാണ്? PK തുങ്കൻ കമ്മിറ്റി 1988 അപ്പോയിന്റ് ചെയ്തത്. ഇതൊരു പാർലമെന്ററി കമ്മിറ്റിയാണ്. എന്താണ്? PK തുങ്കൻ കമ്മിറ്റി ഒരു പാർലമെന്ററി കമ്മിറ്റിയാണ്. പ്രാദേശിക സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ പദവി നൽകണം എന്ന് നിർദ്ദേശിച്ച കമ്മിറ്റി കൂടിയാണ് ഇത്, PK തുങ്കൻ കമ്മിറ്റി. പ്രാദേശിക ഭരണ സ്ഥാപനങ്ങളിലേക്ക് കാലാകാലങ്ങളിലുള്ള തിരഞ്ഞെടുപ്പ്, ഉചിതമായ ചുമതലകളുടെ പട്ടികപ്പെടുത്തൽ, മതിയായ ഫണ്ട് എന്നിവ ഉറപ്പാക്കുന്നതിനായിട്ട് ഒരു ഭരണഘടനാ ഭേദഗതിക്ക് കമ്മിറ്റി ശുപാർശ ചെയ്യുകയുണ്ടായി. ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ തലങ്ങളിലായിട്ട് പഞ്ചായത്തി രാജിന് ഒരു ത്രിതല സംവിധാനം വേണമെന്ന് തുങ്കൻ കമ്മിറ്റിയും പറയുകയുണ്ടായി. എന്താണ്? ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ തലങ്ങളിലായിട്ട് പഞ്ചായത്തി രാജിന് ഒരു ത്രിതല സംവിധാനം വേണം എന്ന് പറയുകയും ചെയ്തു. ഏത് കമ്മിറ്റി? PK തുങ്കൻ കമ്മിറ്റി. പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങൾക്ക് 5 വർഷത്തെ നിശ്ചിത കാലാവധി ഉണ്ടായിരിക്കണമെന്നും എന്താണ്? PK തുങ്കൻ കമ്മിറ്റി ശുപാർശ ചെയ്തു. എന്താണ്? പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങൾക്ക് 5 വർഷത്തെ നിശ്ചിത കാലാവധി ഉണ്ടായിരിക്കണം. ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ തലങ്ങളിലായിട്ട് പഞ്ചായത്തി രാജിന് ത്രിതല സംവിധാനം വേണമെന്നും പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങൾക്ക് ഒരു നിശ്ചിത കാലാവധി ഉണ്ടായിരിക്കണം, അതായത് ഒരു 5 വർഷത്തെ നിശ്ചിത കാലാവധി ഉണ്ടായിരിക്കണമെന്നും ഓരോ സംസ്ഥാനത്തും ഒരു ധനകാര്യ കമ്മീഷൻ രൂപീകരിക്കണമെന്നും PK തുങ്കൻ കമ്മിറ്റി പറയുകയുണ്ടായി. എന്താണ്? ഓരോ സംസ്ഥാനത്തും ഒരു ധനകാര്യ കമ്മീഷൻ രൂപീകരിക്കണം. എന്തൊക്കെയാണ് PK തുങ്കൻ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ്? 1988 അപ്പോയിന്റ് ചെയ്യപ്പെട്ട PK തുങ്കൻ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ്, പ്രധാനപ്പെട്ട റെക്കമെൻഡേഷൻസ് എന്ന് പറയുന്നത്, പ്രാദേശിക സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ പദവി നൽകണം എന്ന് കമ്മിറ്റി നിർദ്ദേശിക്കുകയുണ്ടായി. എന്താണ്? പ്രാദേശിക സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ പദവി നൽകണം എന്ന് നിർദ്ദേശിച്ചു. പ്രാദേശിക ഭരണ സ്ഥാപനങ്ങളിലേക്ക് കാലാകാലങ്ങളിൽ എന്താണ്? തിരഞ്ഞെടുപ്പ് നടത്തണം. പ്രാദേശിക ഭരണ സ്ഥാപനങ്ങളിലേക്ക് കാലാകാലങ്ങളിൽ തിരഞ്ഞെടുപ്പ് നടത്തണം. ഉചിതമായ ചുമതലകളുടെ പട്ടികപ്പെടുത്തൽ, മതിയായ ഫണ്ട്, കാലാകാലങ്ങളിലുള്ള തിരഞ്ഞെടുപ്പ് എന്നിവ ഉറപ്പാക്കുന്നതിനായിട്ട് ഒരു ഭരണഘടനാ ഭേദഗതിക്ക് കമ്മിറ്റി ശുപാർശ ചെയ്യുകയുണ്ടായി. ഒപ്പം ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ തലങ്ങളിലായിട്ട് ഒരു ത്രിതല സംവിധാനമാണ് വേണ്ടതെന്ന് പറഞ്ഞു പഞ്ചായത്തി രാജിന്. എന്താണ്? ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ തലങ്ങളിലായിട്ട് ഒരു ത്രിതല സംവിധാനമാണ് പഞ്ചായത്തി രാജിന് വേണ്ടതെന്ന് PK തുങ്കൻ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസിൽ പറയുന്നുണ്ട്. പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങൾക്ക് നിശ്ചിത കാലാവധി ഉണ്ടായിരിക്കണം, അതായത് 5 വർഷത്തെ നിശ്ചിത കാലാവധി ഉണ്ടായിരിക്കണമെന്നും PK തുങ്കൻ കമ്മിറ്റി പറയുന്നുണ്ട്. ഒപ്പം ഓരോ സംസ്ഥാനത്തും ഒരു ധനകാര്യ കമ്മീഷൻ രൂപീകരിക്കണമെന്നും എന്താണ്? PK തുങ്കൻ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്, പ്രധാനപ്പെട്ട റെക്കമെൻഡേഷൻസിൽ പറയുന്നുണ്ട്. ഓരോ സംസ്ഥാനത്തും ഒരു ധനകാര്യ കമ്മീഷൻ കൂടി രൂപീകരിക്കുന്നതിനെ പറ്റിയിട്ട് PK തുങ്കൻ കമ്മിറ്റിയിലെ റെക്കമെൻഡേഷൻസിൽ പറയുന്നുണ്ട്. ഇനി നോക്കാൻ പോകുന്നത് ഗാഡ്ഗിൽ കമ്മിറ്റിയാണ്. 1988 ഗാഡ്ഗിൽ കമ്മിറ്റിയെ അപ്പോയിൻ്റ് ചെയ്തത്. എന്നാണ്? 1988 അപ്പോയിൻ്റ് ചെയ്ത കമ്മിറ്റിയാണ് ഗാഡ്ഗിൽ കമ്മിറ്റി. ഗാഡ്ഗിൽ കമ്മിറ്റിയെ കമ്മിറ്റി ഓൺ പോളിസി ആൻഡ് പ്രോഗ്രാംസ് എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ്? കമ്മിറ്റി ഓൺ പോളിസി ആൻഡ് പ്രോഗ്രാംസ് എന്നറിയപ്പെടുന്നത് ഗാഡ്ഗിൽ കമ്മിറ്റിയാണ്. ഏത് കമ്മിറ്റിയാണ്? ഗാഡ്ഗിൽ കമ്മിറ്റിയാണ് കമ്മിറ്റി ഓൺ പോളിസി ആൻഡ് പ്രോഗ്രാംസ് എന്ന് അറിയപ്പെടുന്നത്. പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങളെ എങ്ങനെ കാര്യക്ഷമമാക്കാം എന്നതിനെക്കുറിച്ച് പഠനം നടത്തിയ കമ്മിറ്റിയാണ് ഏത്? ഗാഡ്ഗിൽ കമ്മിറ്റി. എന്താണ്? പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങളെ എങ്ങനെ കാര്യക്ഷമമാക്കാം എന്നതിനെക്കുറിച്ച് പഠനം നടത്തിയ കമ്മിറ്റിയാണ് ഗാഡ്ഗിൽ കമ്മിറ്റി. INC ആണ് കമ്മിറ്റിയെ നിയമിച്ചത്. INC എന്താണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് കമ്മിറ്റിയെ നിയമിച്ചത്. 1988 പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങളെ എങ്ങനെ കാര്യക്ഷമമാക്കാം എന്നതിനെക്കുറിച്ച് പഠനം നടത്തുന്നതിനായിട്ട് INC നിയമിച്ച കമ്മിറ്റിയാണ് ഗാഡ്ഗിൽ കമ്മിറ്റി. ഗാഡ്ഗിൽ കമ്മിറ്റിയെ കമ്മിറ്റി ഓൺ പോളിസി ആൻഡ് പ്രോഗ്രാംസ് എന്നും അറിയപ്പെടുന്നുണ്ട്. കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ് എന്തൊക്കെയാണ് എന്ന് നമ്മൾ നോക്കിയാൽ എന്താണ്? പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ പദവി നൽകണം എന്ന് കമ്മിറ്റി റെക്കമെൻഡ് ചെയ്യുകയുണ്ടായി. എന്താണ്? പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ പദവി നൽകണം എന്നെന്താണ് കമ്മിറ്റി റെക്കമെൻഡ് ചെയ്യുകയുണ്ടായി.
അതുപോലെ എന്താണ് പഞ്ചായത്തി രാജ് ഒരു ത്രിതല സംവിധാനത്തിനെ റെക്കമെൻഡ് ചെയ്തു. എന്താണ് ത്രിതല സംവിധാനം? എന്താണ് 3 ടയറായിട്ടുള്ള ഒരു സിസ്റ്റം റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. ഏത് കമ്മിറ്റി? ഗാഡ്ഗിൽ കമ്മിറ്റി റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. വില്ലേജ്, ബ്ലോക്ക്, ഡിസ്ട്രിക്ട് ലെവലുകളിലായിട്ട് എന്താണ് ഒരു 3 ടയർ സംവിധാനത്തിനെ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. ആര്? ഗാഡ്ഗിൽ കമ്മിറ്റി. അതോടൊപ്പം പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങളിൽ നേരിട്ടുള്ള ഇലക്ഷൻ നടത്തണമെന്നും എന്താണ് അതിനെ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനെ ചുമതലപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആരാണ്? ഗാഡ്ഗിൽ കമ്മിറ്റി റെക്കമെൻഡ് ചെയ്യുകയുണ്ടായി. എന്താണ് പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങളിൽ നേരിട്ടുള്ള ഇലക്ഷൻ നടത്തണമെന്നും അങ്ങനെ ഇലക്ഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ട് എന്താണ് ഒരു സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ വേണമെന്ന കാര്യങ്ങളും എന്താണ് ഗാഡ്ഗിൽ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസിൽ പറയുന്നുണ്ട്. അതോടൊപ്പം SC/ST സംവരണത്തെ പറ്റിയിട്ടും പറയുന്നുണ്ട്. എവിടെ? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ SC/ST സംവരണത്തെ പറ്റിയിട്ട് പറയുന്നുണ്ട്. അതോടൊപ്പം എന്താണ് സംസ്ഥാന ധനകാര്യ കമ്മീഷനും ശുപാർശ ചെയ്യുന്നത് ഏത് കമ്മിറ്റിയാണ്? ഗാഡ്ഗിൽ കമ്മിറ്റി ശുപാർശ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ഗാഡ്ഗിൽ കമ്മിറ്റി, അതിനെ കമ്മിറ്റി ഓൺ പോളിസി ആൻഡ് പ്രോഗ്രാംസ് എന്നാണ് മറ്റൊരു പേരിൽ അറിയപ്പെടുന്നത്. 1988 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഗാഡ്ഗിൽ കമ്മിറ്റിയെ അപ്പോയിൻറ്റ് ചെയ്തത്. പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങളെ എങ്ങനെ കാര്യക്ഷമമാക്കാം എന്നതിനെക്കുറിച്ച് പഠനം നടത്തിയ കമ്മിറ്റിയാണ് ഇത് ഗാഡ്ഗിൽ കമ്മിറ്റി. കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ് എന്തൊക്കെയാണ്? പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഭരണഘടനാ പദവി നൽകണം. ത്രിതല സംവിധാനത്തെ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ഒപ്പം നേരിട്ടുള്ള ഇലക്ഷനാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നടത്തേണ്ടതെന്ന് പറയുന്നുണ്ട്. SC/ST സംവരണത്തെ പറ്റിയിട്ട്, SC/ST റിസർവേഷനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. സംസ്ഥാന ധനകാര്യ കമ്മീഷനെ പറ്റിയിട്ട് എന്താണ് ഗാഡ്ഗിൽ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. സംസ്ഥാന ധനകാര്യ കമ്മീഷൻ വേണം എന്ന് പറയുന്നുണ്ട്. സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ്റെ ആവശ്യകതയെ പറ്റിയിട്ട് എന്താണ് ഗാഡ്ഗിൽ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇവിടെ സംസ്ഥാന ധനകാര്യ കമ്മീഷനും സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ്റെയും ആവശ്യകത പറയുന്നത് എന്തിനാണ്? പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇവയുടെ പ്രാധാന്യത്തെ പറ്റിയിട്ട് പറയുന്നത്. പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്താണ് സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ വേണമെന്ന് പറയുന്നതും അതുപോലെ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ വേണമെന്നും ഗാഡ്ഗിൽ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. അപ്പോൾ എന്താണ് 1988 ഗാഡ്ഗിൽ കമ്മിറ്റിയെ അപ്പോയിൻറ്റ് ചെയ്തത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അഥവാ INC ആണ്. എന്താണ് 1988 ഈ ഗാഡ്ഗിൽ കമ്മിറ്റിയെ ആരാണ് അപ്പോയിൻറ്റ് ചെയ്തത്? INC ആണ്. അതോടൊപ്പം പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങളെ എങ്ങനെ കാര്യക്ഷമമാക്കാം എന്നതിനെക്കുറിച്ച് പഠനം നടത്തിയ കമ്മിറ്റിയാണ് ഗാഡ്ഗിൽ കമ്മിറ്റി. കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ് എന്തൊക്കെയായിരുന്നു? ഭരണഘടനാ പദവി നൽകണം. പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഭരണഘടനാ പദവി നൽകണം. ഒരു ത്രിതല സംവിധാനം 3 ടയർ സിസ്റ്റത്തിന് എന്ത് ചെയ്യുന്നുണ്ട്? റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നേരിട്ടുള്ള ഇലക്ഷനാണ് നടത്തേണ്ടതെന്ന് പറയുന്നുണ്ട്. SC/ST സംവരണത്തെ പറ്റിയിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ്റെ ആവശ്യകത എന്താണ് പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ കാര്യത്തിലെന്നും പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഇലക്ഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ട് എന്താണ് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനെ ചുമതലപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളും എവിടെ പറയുന്നുണ്ട്? ഗാഡ്ഗിൽ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസിൽ പറയുന്നുണ്ട്.